ഒരു സെക്കൻഡ് വീഡിയോ ഒന്ന് കാണിക്കാമോ? ഇപ്പൊ ഒന്ന് കാണിക്കുക, അതിന്റെ തെളിവൊന്ന് കാണിക്കാമോ? ഏത് മാധ്യമത്തിൽ ആ വീഡിയോ ഇപ്പൊ ഒന്ന് ചലഞ്ച് ചെയ്യുക. അല്ല ഒരു സെക്കൻഡ് വീഡിയോ ഒന്ന് കാണിക്കാമോ? അടിയാ നടക്കാൻ പോകുന്നു. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം, നിങ്ങൾ ആരംഭിച്ച ഒരു സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പേര് പറഞ്ഞേ. ഒരു മെഡിക്കൽ കോളേജ്, ഒരുപാട് പറയണ്ട, ഒരു മെഡിക്കൽ കോളേജ്. ഈ നാട്ടിലെ മുഴുവൻ സർക്കാർ മെഡിക്കൽ കോളേജുകളും കൊണ്ടുവന്നത് ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അനുവദിച്ച 4 മെഡിക്കൽ കോളേജുകൾ നിർത്തലാക്കിയത് നിങ്ങൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പൊതുജനാരോഗ്യത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വല്ലാതെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫാക്ട്സും ഫിഗേഴ്സുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം താങ്കൾ പറയുമ്പോൾ കാണിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പക്ഷേ LDF കാലത്ത് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായ ആശുപത്രികളുടെ എണ്ണം കൂടി. അത് വാസ്തവമാണോ? LDF സർക്കാരിന്റെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രം ചോദിക്കേണ്ടുന്ന കാര്യമാണിത്. UDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വികസനങ്ങളെല്ലാം മെഡിക്കൽ കോളേജുകളായിട്ട് അമ്പര ചുംബികളായിട്ട് പൊതുസമൂഹത്തിനാകെ സഹായകരമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞാൽ ആ ആശുപത്രി പോകുന്ന ആളുകൾക്കറിയില്ലേ? ഒരസുഖം വന്നാൽ നമുക്കറിയാം, എല്ലാവരും പിണറായി വിജയനെ പോലെ നമുക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററാണ്, ചികിത്സിക്കുകയും വേണം. അതിനകത്ത് തെറ്റുണ്ടെന്നല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു അസുഖം ഉണ്ടായാൽ കുടുംബം തകർന്നു പോവുക, ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ. ആ ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് നിർത്തലാക്കിയ സർക്കാരാ. കൊച്ചുകുട്ടികൾക്ക് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും, ഉമ്മൻചാണ്ടിയെ വാരിപ്പുണർന്ന കുറേയേറെ കൊച്ചുകുട്ടികൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ പിന്നെ ആരോഗ്യം മെച്ചപ്പെട്ട സാധാരണക്കാരായ കൊച്ചുകുട്ടികൾ. ആ പദ്ധതി ഇവർ ഇല്ലാതാക്കി. ഇതുപോലെയുള്ള ആരോഗ്യ മേഖലയിലെ പദ്ധതികൾ ഇല്ലാതാക്കി. അതിനകത്തേക്ക് മറുപടി പറഞ്ഞോളൂ. പ്രിയപ്പെട്ട സഹാക്കന്മാരോട് കാര്യം പറയാം, അദ്ദേഹത്തിന് മറുപടി പറയാൻ പ്രാപ്തനായതുകൊണ്ടാണ് പാർട്ടി അയച്ചത്. അദ്ദേഹത്തെ നിങ്ങൾ മറുപടി പറഞ്ഞ് അപമാനിക്കരുത്. നിങ്ങൾ മറുപടി പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും അദ്ദേഹത്തിന് ഇതൊക്കെ മറുപടി പറയാൻ അറിയത്തില്ലെന്ന്. നിങ്ങൾ ആ പോയിന്റ് ക്യാപ്സ്യൂളുകളായിട്ട് അയച്ചു കൊടുത്താൽ പുള്ളി വായിച്ചു. ഇതുപോലെയുള്ള പദ്ധതികൾ നിർത്തലാക്കിയ ഒരു സർക്കാർ, ആ സർക്കാർ വന്നിട്ട് ആരോഗ്യരംഗത്ത് ആകെ ഞങ്ങൾ മെച്ചപ്പെടുത്തി എന്ന് പറയുന്നു. സ്കൂളുകൾ എല്ലാ സർക്കാരുകളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അരിപ്പൊടി കൊണ്ട് സ്കൂൾ പണിഞ്ഞ ഒരേ ഒരു സർക്കാർ LDFന്റെ സർക്കാരാണ്. അയ്യോ ദാരിദ്ര്യം. പുതുക്കാട് മണ്ഡലത്തിൽ സീലിംഗിൽ PVC പൈപ്പ് വെച്ച് കിഴിച്ചു നോക്കിയപ്പോൾ അരിപ്പൊടിയാണ് താഴോട്ട് വീണത്. സാധാരണ ഒരു സീലിംഗ് ഒന്നും കിഴിയാൻ പാടില്ല. PVC വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. പാലാരിവട്ടം പാലം കൂളിമാട് പാലം. ഏതാ കൂളിമാട് പാലം? പാലാരിവട്ടം പാലത്തിൽ ഇപ്പോഴും ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു വെയിറ്റ് ടെസ്റ്റ് നടത്താൻ. പഞ്ചവടി പാലം ഉണ്ടല്ലോ ശ്രീദാസേ, പഞ്ചവടി പാലം പോലും ഒരു സംഘം ആളുകൾ നടന്നു പോയപ്പോഴാണ് തകർന്നു പോയത്. പക്ഷേ റിയാസിന്റെ കൂളിമാട് പാലം കാറ്റടിച്ചപ്പോ തകർന്നുപോയി. പാലാരിവട്ടം പാലമാണ് പ്രശ്നമെങ്കിൽ അതിനകത്ത് വെയിറ്റ് ടെസ്റ്റ് നടത്താനുള്ള ഞങ്ങളുടെ വെല്ലുവിളി. ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ അതിനകത്ത് മോശമായിട്ട് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, വെയിറ്റ് ടെസ്റ്റ് നടത്താം. അതിനകത്ത് കോടതിയിൽ വരെ പോയിട്ട് നിങ്ങൾ എന്താ വെയിറ്റ് ടെസ്റ്റ് നടത്താൻ തയ്യാറാകാത്തത്? അത് മാത്രം ചോദിക്കരുത് സാർ. ഈ അശ്ലീല വീഡിയോകളെ പറ്റി ശ്രീ പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രം പറയുക. നിങ്ങൾ ഈ പറയുന്നത് ആ കർണാടകയിൽ അശ്ലീല വീഡിയോ നിയമസഭയിൽ ഇരുന്ന് കണ്ടപ്പോൾ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് ഇപ്പം നിങ്ങൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കിയ ആ BJP നേതാവിനെ കൂടി ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തണം. ഇതൊന്നും കാണാനും പ്രചരിപ്പിക്കാനും പാടില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികത നിങ്ങൾ കാണിക്കണം. നമ്മളോടെ കളി. അതിന്റെ തെളിവൊന്ന് കാണിക്കാമോ? ഏത് മാധ്യമത്തിൽ ആ വീഡിയോ ഇപ്പൊ ചലഞ്ച് ചെയ്യുക. വീഡിയോ ഒന്ന് കാണിക്കാമോ? ഇപ്പൊ ഒന്ന് കാണിക്കുക. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. കർണാടകയിലെ വീഡിയോ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. ആ വീഡിയോ താങ്കൾ പറഞ്ഞ നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കാം. ഇത് പരിശോധിക്കാം. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. RSSകാരോട് തർക്കിക്കാറില്ല. കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിവിടുമ്പോ അടുത്തതിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളോട് തർക്കിച്ചിരിക്കാൻ പറ്റില്ല. എന്നൊരു വരി ഊതരുത്. ഇവര് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന
ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രത്യയശാസ്ത്രമാണെന്നാണ് പറയുന്നത്. ഈ പ്രത്യയശാസ്ത്രമൊക്കെ പേപ്പറിനകത്ത് വെക്കാതെ എന്തെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കണം. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനായിട്ടുള്ള CPM-ന്റെ മാനദണ്ഡം പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അങ്ങനെയാണെങ്കിൽ പറയട്ടെ അങ്ങനെയാണെങ്കിൽ പോരാളി ഷാജി പിണറായി വിജയൻ വരെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായിട്ടുള്ള ആൾ, അത് ആരാന്ന് എനിക്കറിയില്ല, ആരായാലും ആകാൻ യോഗ്യന. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളുടെ നേരെ നോക്കിക്കൊള്ളണം. ഇങ്ങോട്ട് വന്ന് അത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറാകരുത്. എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. ഞങ്ങള് ചുവര് ബുക്ക് ചെയ്തെടുത്ത ഞങ്ങൾ എഴുതിയ പേരുകാരി തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അല്ലാതെ ചുവരെഴുതിയ പേര് മായ്ക്കേണ്ടുന്ന ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതുണ്ടായത് നിങ്ങൾക്കാണ് എന്ന് RDP യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. വിധി അല്ലാതെ എന്ത് പറയാനാ.